ഇപ്പം ആലോചിക്കുമ്പോൾ ആ ഒരു പീരീഡ് ഓഫ് മൈ ലൈഫ് എനിക്ക് ഒട്ടും പ്രൗഡ് തോന്നാത്ത ഒരു ടൈമാണ്. ശിക്ഷിക്കപ്പെടുന്ന കാര്യമായിരുന്നു. ബട്ട് ഇൻ റിയാലിറ്റി എൻ്റെ മനസ്സ് അത്രയും ക്ലോസ്ഡ് ആയിരുന്നു. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയണത്. ആ ദിവസം വരുമ്പോൾ തലയ്ക്കടി കൊണ്ട പോലത്തെ ഒരു അവസ്ഥയായിരിക്കും. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനും അതിൽ അഭിപ്രായം പറയാനും നമ്മൾ മിടുക്കന്മാരാണ്. സ്വയം വിലയിരുത്താനാണ് ബുദ്ധിമുട്ട്. ചുരുക്കി പറഞ്ഞാൽ വിരൽ ചൂണ്ടുന്നതാണ് കണ്ണാടി എടുത്ത് നോക്കണേക്കാട്ടിയും എളുപ്പം. ഞാനും വളരെ ജഡ്ജ്മെൻ്റലായിട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പം ആലോചിക്കുമ്പോൾ ആ ഒരു പീരീഡ് ഓഫ് മൈ ലൈഫ് എനിക്ക് ഒട്ടും പ്രൗഡ് തോന്നാത്ത ഒരു ടൈമാണ്. അതും ചെറിയ രീതിയിലുള്ള ജഡ്ജ്മെൻറ്റ്സ് ഒന്നുമല്ല. എല്ലാവരും ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ഈ കാറ്റഗറിയിലേ പെടൂ. ഒന്നെങ്കിൽ നല്ല മനുഷ്യൻ അല്ലെങ്കിൽ എ സിന്നർ. യെസ്, യു ഹേർഡ് ദാറ്റ് റൈറ്റ്. എൻ്റെ മെഷർമെൻറ്റ്സ് അനുസരിച്ചിട്ട് ഒരാൾ എത്തിയിട്ടില്ലെങ്കിൽ ആ ആൾ സിന്നറായിരുന്നു. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോറൽ പ്രിൻസിപ്പിൾസൊക്കെ കേട്ട് വളർന്ന ആളാണ് ഞാൻ. നമ്മുടെ കൾച്ചറിലാണെങ്കിൽ പ്രിൻസിപ്പിൾസിന് പിന്നെ കുറവില്ലല്ലോ. ആ മോറൽ ബോക്സിൻ്റെ പുറത്ത് എന്തെങ്കിലും കണ്ടാൽ അതൊരു ഡെസിമൽ പോയിൻ്റ് എത്രയേ ഉള്ളെങ്കിലും എൻ്റെ കണ്ണിൽ അത് തെറ്റാണ്, ശിക്ഷിക്കപ്പെടുന്ന കാര്യമായിരുന്നു. ഞാൻ എൻ്റെ മൊറാലിറ്റി, കൾച്ചർ ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാണെന്നാണ് ചിന്തിച്ചത്. ബട്ട് ഇൻ റിയാലിറ്റി എൻ്റെ മനസ്സ് അത്രയും ക്ലോസ്ഡ് ആയിരുന്നു. ഐറോണിക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എൻ്റെ ബിലീഫ് 180 ഡിഗ്രീസ് ഓപ്പോസിറ്റാണ്. നമ്മൾ മറ്റൊരാളെ ഹാർഷായിട്ട് ജഡ്ജ് ചെയ്താൽ അവരെന്ത് സിറ്റുവേഷനിലാണോ ഉണ്ടായിരുന്നത് അതേ സിറ്റുവേഷനിൽ ടൈം നമ്മളെ കൊണ്ടെത്തിക്കും. ആ ദിവസം വരുമ്പോൾ തലയ്ക്കടി കൊണ്ട പോലത്തെ ഒരു അവസ്ഥയായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയണത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്കും വന്നു. ആൻഡ് ഞാൻ അന്ന് ജഡ്ജ് ചെയ്ത ആൾക്കാർ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തതിൻ്റെ പകുതി ശക്തി പോലും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അന്നാണ് എനിക്ക് റിയലൈസ് ആയത്, മനുഷ്യന്മാരാരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. വി ആർ ഓൾ ഷെയ്ഡ്സ് ഓഫ് ഗ്രേ. മനുഷ്യന്മാരാണ്, പല സാഹചര്യങ്ങളിലും ജീവിച്ച് വളർന്നവരാണ്. തെറ്റുകൾ പറ്റും, ആൻഡ് ദാറ്റ്സ് ഓക്കെ. മറ്റൊരാളുടെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് അവരെ കളിയാക്കാനും തളർത്താനും ഉള്ള ലൈസൻസ് അല്ല. ലൈഫിൽ എല്ലാവർക്കും അവരവരുടേതായ ഒരു ജേർണി ഉണ്ട്, ലെസൺസ് പഠിക്കാനുള്ള ടൈമും ഉണ്ട്. ആൻഡ് ആർക്കറിയാം, നമ്മൾ ഒന്നിനും പറ്റില്ല എന്ന് ജഡ്ജ് ചെയ്ത ആൾക്കാരായിരിക്കും പിന്നീട് നല്ല അടിപൊളി മനുഷ്യന്മാരായിട്ട് മാറണത്. നമ്മളൊരു കൾച്ചറിൽ മറ്റുള്ളവരെ കുറ്റം കുറവൊക്കെ കണ്ടുപിടിച്ച് അത് വലിയൊരു സംഭവമാക്കി സംസാരിക്കണതും ജഡ്ജ് ചെയ്യണതൊക്കെ ഒരു കലാപരിപാടി പോലെയാണ്. ഇങ്ങനെയൊക്കെ മോറൽ പോലീസിങ് ചെയ്യണോണ്ടാണ് നാട് നന്നായി പോണത്. അതിനൊക്കെ അവാർഡ് വാങ്ങി കൂട്ടിയ ഭാവമായിരിക്കും ഇവർക്കൊക്കെ. ഇതിലൊന്നും നമ്മൾ നോക്കാണ്ട് പോണത് അല്ലെങ്കിൽ ഹൈഡാക്കാൻ ശ്രമിക്കുന്നത് നമ്മളുടെ തന്നെ കുറവുകളാണ്. മറ്റുള്ളവരിങ്ങനെ ജഡ്ജാക്കുമ്പോൾ നമ്മളെല്ലാം തികഞ്ഞവരല്ല എന്നുള്ള സത്യം നമുക്ക് തന്നെ അറിയാലോ. പിന്നെ എന്തിനി? ഇതൊക്കെ വെറും ഫൺ, ടൈം പാസ്, അവർക്ക് നന്നാവാൻ പറഞ്ഞു കൊടുക്കണ കാര്യങ്ങൾ. നോ, ഒരാൾക്ക് വിഷമം വരുന്ന കാര്യങ്ങൾ ഒരിക്കലും ഫണ്ണല്ല. ഇങ്ങനത്തെ ഒക്കെ ടൈം പാസ് കാരണം സ്യൂസൈഡ് പോയിന്റ് വരെ എത്തിയ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഒരാളെ വിഷമിപ്പിച്ച് ബ്രേക്കിംഗ് പോയിന്റ് വരെയൊക്കെ എത്തിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുക? അങ്ങനെ ഒരാളുടെ ലൈഫിൽ വിഷമത്തിന് കാരണമായിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടണത്? ഒരാൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. 1, അവരങ്ങനെയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുക. 2, അവരെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. ജസ്റ്റ് വാക്ക് അവേ. നിങ്ങൾക്ക് കംഫർട്ട് അല്ലാത്തത് ടോളറേറ്റ് ചെയ്യണം എന്ന് ഒരു റൂളും ഇല്ല. പക്ഷെ അവരെ കളിയാക്കുക, നാണം കെടുത്തുക, തളർത്തുക ഇത് പാടില്ല. ഒരാളെ അക്സെപ്റ്റ് ചെയ്യുന്നത് അവരെ ടോളറേറ്റ് ആക്കലാണ് എന്നല്ല. ഇവർ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് വൈബാവില്ല, സോ ഞാൻ എൻ്റെ ഡിസ്റ്റൻസ് വെച്ചോളാം, അത്രേ ഉള്ളൂ. ഈ കലാപരിപാടികൾക്കൊക്കെ പകരം ഒരു കണ്ണാടി എടുത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കുക. അപ്പോൾ റിയലൈസേഷൻ വരും, കുറേ അഴിച്ചുപണികൾ നമ്മളിൽ തന്നെ ചെയ്യാനുണ്ടെന്ന്. ആൻഡ് സഡൻലി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ കമൻസ് പറയാൻ ടൈം ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ആവുക. അതൊരു പീസ്ഫുൾ പ്ലേസ് ആണ്. കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് സന്തോഷമൊക്കെ തോന്നും. പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, പക്ഷെ എല്ലാ ദിവസവും നന്നാവാൻ നമ്മൾ ട്രൈ ആക്കുന്നുണ്ടല്ലോ എന്ന തിരിച്ചറിവ്. വേറൊരാളുടെ ലൈഫിൽ വില്ലനാണ്, സ്വന്തം ലൈഫിൽ സ്റ്റക്കാണ്, അങ്ങനത്തെ സങ്കടങ്ങളൊന്നും ഉണ്ടാവില്ല. ബിക്കോസ് യു ആർ ടു ബിസി ഗ്രോയിങ്. നമ്മൾ വലിയവരാണെന്ന് കാണിക്കാൻ മറ്റുള്ളവരെ താഴേക്ക് തള്ളിയിടേണ്ട കാര്യമില്ല. സോ ആസ് ഓൾവേസ്, ലെറ്റ്സ് ലേൺ ടു ലിവ് ആൻഡ് നോട്ട് ജസ്റ്റ് സർവൈവ്. ടേക്ക് കെയർ ഗൈസ്.